ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇറ്റലിയിലെ ഒരു ചെറിയൊരു ദ്വീപാണ് കേട്ടോ. ദ്വീപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കുത്തി ഒഴുകുന്ന പുഴ, അതിൻ്റെ നടുക്കൊരു ദ്വീപ്, ഒരു കപ്പലിൻ്റെ ആകൃതിയിലാണ് ആ ദ്വീപുള്ളത് കേട്ടോ. എനിക്ക് മേളിൽ നിന്ന് കാണിക്കാൻ പറ്റില്ല, ഹെലികോപ്റ്റർ ഷോട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. എൻ്റെ അടുത്ത് അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല, ഡ്രോണൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ പറ്റില്ല. പക്ഷേ ഒരു ചെറിയൊരു ദ്വീപാണ്. ചെറിയൊരു ദ്വീപം എന്ന് പറഞ്ഞാൽ ഒരു ഏക്കർ സ്ഥലം വരുന്ന ഒരു ദ്വീപ്. അതുവഴി ഒരു ബ്രിഡ്ജ്, രണ്ട് സൈഡിലും പുഴ കുത്തി ഒഴുകും. നല്ല വൃത്തിയുള്ള, നല്ല ബ്യൂട്ടിഫുള്ളായ പുഴ ഒഴുകുന്നു കേട്ടോ. അത് ഈ ദ്വീപ് ഉണ്ടാക്കിയത് BC 510 ടാർക്കിനിയോ ദി സൂപ്പർ രാജാവിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് ഈ ദ്വീപ് ഉണ്ടായത്. ഇതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട്. ഈ സ്ഥലം ദൈവത്തിൻ്റെ പവിത്രമായ ഒരു സ്ഥലമായിരുന്നു. ഇവിടേക്കൊരു പാമ്പിനെ റോമിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് എറിഞ്ഞപ്പോഴത്തേക്കും ഈ സ്ഥലം കപ്പലിൻ്റെ ആകൃതിയിൽ എത്തിച്ചേർന്നു. അങ്ങനെയാണ് ഇതൊരു ദ്വീപായിട്ട് മാറിയതെന്നാണ് ഐതിഹ്യങ്ങൾ ഇവരുടെ ഇടയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഈ ദ്വീപിൻ്റെ പേരൊക്കെ ഭയങ്കര രസമാണ്. കേട്ടോ. ഐസൊള്ള ടിബറീന എന്നാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഐസൊള്ള ടിബറീന എന്ന് എഴുതുമ്പോഴത്തേക്ക് ഐ സൈലൻ്റ് ആണ്. നമ്മൾ അത് വായിക്കുക സൊള്ള ടിബറീന എന്നാണ്. പക്ഷേ ഇവർ വായിക്കുമ്പോൾ ഐയും കൂടി ചേർത്ത് വായിച്ചിട്ട് ഐസൊള്ള ടിബറീന എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടേക്ക് കയറി വന്നപ്പോഴത്തേക്ക് ആദ്യം കാണുന്നത് ഒരു ലേഡി അവിടെ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്നതാണ്. അതായത് ഇയർ റിങ്, മോതിരങ്ങൾ, അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ കേട്ടോ. അല്ല, ഈ സൈഡിൽ ഈ പുഴ ഒഴുകുന്നത് ഒരു ചാനൽ പോലെയാണ് ഇവിടെ ഒഴുകുന്നത്. പക്ഷെ അടുത്ത സൈഡാണ് ഞാൻ ആദ്യമേ നമ്മൾ കാണിച്ച ആ വീഡിയോ, അടുത്ത സൈഡിലാണ്. നമ്മൾ അവിടെ കൂടി ഇങ്ങനെ കയറി വന്ന് ഇവിടേക്ക് എത്തിയതാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണെന്നുള്ളത്. എന്തായാലും ഇവിടെ അങ്ങനെ വെള്ളം നല്ല ഒഴുകുന്നുണ്ട്. പക്ഷെ അത്രത്തോളം വലുതായിട്ട് ഉള്ള സ്ഥലത്തൂടെ അല്ല പുഴ ഒഴുകുന്നത്. നമുക്ക് അപ്പുറത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടാണ് പുഴ ഒഴുകുന്നത് കേട്ടോ. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിങ്ങാണ് നമ്മൾ ആദ്യമേ കണ്ടത്. അവിടെ ബോട്ടിംഗ് ഉണ്ട്. അത് കുറേ ദൂരം ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ ബോട്ടിലൊന്നും കയറിയില്ല. എന്ന് പറയുമ്പോൾ ബോട്ടിങ് വീഡിയോകൾ നമ്മൾ കുറേ കാണിച്ചതാണ് ഇങ്ങനെ തായ്ലൻഡിലൊക്കെ പോയപ്പോൾ. അതൊന്നും കൂടുതലൊന്നും ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടപ്പെടുത്തില്ല. അത് കാരണം ഞാൻ ബോട്ടിങ്ങിന് പോയില്ല. അല്ലെന്നുണ്ടെങ്കിൽ ബോട്ടിൽ പോകുമായിരുന്നു. വേറെ ഒന്നും കാണാനില്ല. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ബോട്ടിൽ പോകാനുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അത് കാരണം ബോട്ടിൽ പോയില്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു ഐലൻഡ് പോലെയാണ്. കുറച്ചൊരു ബിൽഡിങ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 2-3 ഏക്കർ സ്ഥലമാണ് ഈ ഐലൻഡ് പോലെയുള്ളത്. ഇതിൻ്റെ ഐതിഹ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്തായാലും നമ്മൾ അതിനകത്തേക്ക് പോയിട്ട് അവിടെയുള്ള കാഴ്ചകൾ കാണാം. എന്താണ് ഭയങ്കര സംഭവമായിട്ടാണ് ഇവർ ഈ ടൂറിസ്റ്റ് മാപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. കാണേണ്ട ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് എന്തായാലും അതിനകത്തേക്ക് കയറുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു സസ്പെൻസ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. പുഴ നല്ല ശക്തിക്ക് ഒഴുകുന്നുണ്ട്, നല്ല ഇതുണ്ട്, ഒഴുക്കുണ്ട്. നല്ല നീറ്റാണ് വെള്ളം കേട്ടോ. വെള്ളത്തിനൊരു കലങ്ങിയ കളറുണ്ട്. പക്ഷേ അതിലെങ്ങും ഒരു വേസ്റ്റ് പോലും ആരും വലിച്ചെറിഞ്ഞിട്ടില്ല. വളരെ സൂപ്പറായിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് ഷോപ്പുകളൊക്കെ അടച്ചു തുടങ്ങി കേട്ടോ. എന്ന് പറയുമ്പോൾ ഈവനിങ് ആയി. ഞാൻ മറ്റുള്ള ഡെസ്റ്റിനേഷനിൽ ഇങ്ങനെ നടന്ന് അതൊക്കെ കണ്ട് അവിടെയൊക്കെ വീഡിയോ എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഇവിടെ അടച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ 1-2 റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. അത്ര വലിയ ഇതൊന്നും അല്ല. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഓഫീസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് വാഹനങ്ങളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള തിരക്കില്ല. പക്ഷേ എന്നാലും ജനങ്ങൾ വരുന്നുണ്ട്, കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടൂറിസ്റ്റ് ഗൈഡിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആൾക്കാർ വന്ന് കാണുന്നുണ്ട് കേട്ടോ. അല്ലാതെ വലിയ തിരക്കൊന്നും പറയാനില്ല. അതേ കുറച്ച് ആൾക്കാർ ഇവിടെ ഫിഷിങ് നടത്തുന്നുണ്ട്. ഫിഷിങ്ങുകാരിങ്ങനെ എൻ്റെ കൈയാടിക്കാറ് ഹായ്. അപ്പോൾ അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഫിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് ഇത്രയും കുത്തൊഴുക്കുള്ള വെള്ളത്തിൽ ഫിഷ് കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും അവർ ചെയ്യുന്നുണ്ട്. ഈ പട്ടി
ഇവരുടെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണെന്ന് തോന്നുന്നത്. എവിടെ നോക്കിയാലും പട്ടിയുണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഈ ബ്രിഡ്ജിൽ കൂടി വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. ഒരു സൈഡിൽ നിന്ന് കുറച്ച് വരും, അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തേക്ക് വാക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് ഈ നടുവിൽ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തത്. ഇതാണ് ഇത്രയും നീളമേ ഉള്ളൂ ഇത് മൊത്തത്തിൽ. അല്ലാതെ കൂടുതലായിട്ടൊന്നും ഇവിടെ ഈ ഐലൻഡ് എന്ന് പറയാൻ വലിയ ഐലൻഡ് അല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ സൈഡാണ് നോക്കിയാണ്ടല്ലേ പുഴ നല്ല കുത്തി ഒഴുകുന്നുണ്ട്. ഇവിടെ ശരിക്കും ആൾക്കാരും ഉണ്ട്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു തടയണ കെട്ടിയിട്ടുള്ള അതുവരെ ബോട്ടിംഗ് ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ മേളിലോട്ടാണ് ബോട്ടിങ്. താഴെ നിന്ന് ഇങ്ങോട്ട് ചിലപ്പോൾ ബോട്ടിംഗ് ഉണ്ടായിരിക്കാം. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഞാനൊന്ന് കറങ്ങി ഇവിടത്തേക്ക് വീഡിയോ ഒക്കെ എടുത്ത്, ഇവിടെ താഴെ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ തന്നെ ഈ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ടെൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് ഇവിടെയൊക്കെ താമസിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ നാട്ടിലെ പോലെ തന്നെ ആൾക്കാർ ഇരുന്ന് മദ്യപിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ. ഫ്രീ ആയിട്ട് ഇറ്റലിയിൽ എവിടെയും ഇരുന്ന് മദ്യപിക്കാം. ആരും പോലീസ് പിടിക്കുകയും പട്ടാളം പിടിക്കുകയൊന്നുമില്ല. അത് നോക്കിയാൽ മദ്യക്കുപ്പികൾ ആവശ്യം പോലെ. ആരോ ഈ നാട് നന്നാവണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്ന് തോന്നുന്നു ആ വേസ്റ്റ് ഇങ്ങനെ ഇട്ട് പോയിരിക്കുന്നത്. ഞാൻ എങ്ങും ഇറ്റലിയിൽ വന്നിട്ട് എങ്ങും കണ്ടില്ല കേട്ടോ. വേസ്റ്റുകൾ ഇങ്ങനെ വഴിയിലൊന്നും എറിഞ്ഞിരിക്കുന്ന കണ്ടില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ് ഈ മദ്യപിച്ചിട്ട് വേസ്റ്റുകൾ അവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയത്. എനിക്ക് തോന്നുന്നത് ഏതോ ചെറുപ്പക്കാരായിരിക്കും, അവരങ്ങനെ ചെയ്തതായിരിക്കും. പക്ഷെ ചെറുപ്പക്കാരും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ചിലപ്പം ഈ മദ്യത്തിനൊക്കെ അഡിക്റ്റായവരും ഒക്കെ ആയിരിക്കാം. ഇതാണ് അവിടെയാണ് ബോട്ടിങ് നടക്കുന്നത്. നല്ല വൃത്തിയുണ്ട്. പക്ഷേ താഴോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തിനാ അവിടെ സ്റ്റെപ്പ് ഉണ്ട്, ഒരു ഗേറ്റും ഉണ്ട്. നമുക്കൊന്ന് ശ്രമിക്കാം താഴേക്ക് ഇറങ്ങി അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ പുഴ. പക്ഷേ അവിടെ ആ തടയണ കെട്ടിയിരിക്കുന്ന ഭാഗത്ത് നിന്ന് കാണാൻ നല്ല ശക്തിക്ക് വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല ശക്തിക്ക് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വെള്ളം ഒഴുകുന്നുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് നോക്കാം. ആ സൈഡിൽ കൂടി എനിക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടെന്നെങ്കിൽ ഞാൻ പുഴയുടെ സൈഡിലേക്ക് പോയിട്ട് താഴേക്ക് ഇറങ്ങി കാണിക്കണ്ട. ഈ അടുത്ത ഒരാൾ പട്ടിയും കൊണ്ട് വരുന്നുണ്ട്. ഇവരെല്ലാം പട്ടിപ്രേമികളാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ പട്ടികളുണ്ട്. എവിടെ പോയാലും ഒരു പട്ടി ഇങ്ങനെ കൊടുത്ത് കെട്ടിയിട്ടുണ്ട്. അതും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പട്ടികളൊക്കെ ഇവർ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ബൈക്കിലെല്ലാം ഒരു സീറ്റിനോട് ചേർന്ന് ഒരു കവറിട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. മിക്ക ബൈക്കുകളിലും ഉണ്ട്. അതുപോലെ ഇത് ക്യാരിയറുണ്ട്, ലഗേജ് ക്യാരിയർ എല്ലാ ബൈക്കിലും ഉണ്ട്. അത് ഹെൽമെറ്റ് വെച്ച് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ലഗേജ് ക്യാരിയർ പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ താഴത്ത് വെച്ച് ഇത് ടയർ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ഫ്ലോറിൽ തന്നെ അവിടെ ഇങ്ങനെ ഇരുമ്പിലെ റിങ്ങുകൾ ഇട്ടിട്ടുണ്ട്. ആ റിങ്ങിൽ ബൈക്കിൻ്റെ ബാക്ക് ടയർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാണെയോ എനിക്ക് തോന്നുന്നു ഇവിടെ മോഷണം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട്. എന്തായാലും ഞാൻ താഴേക്ക് ഇറങ്ങി, ഗേറ്റ് തുറന്നു കിടപ്പുണ്ടായിരുന്നു. താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടെ കുറച്ച് ഒരു വിരലിലെണ്ണാവുന്ന ആൾക്കാരിങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, പുഴയുടെ സൈഡിലായിട്ട്. നല്ല വൃത്തിയുണ്ട് കേട്ടോ. ആൾക്കാരൊന്നും ഒന്നും വലിച്ചൊന്നും എറിഞ്ഞിട്ടില്ലേ. നമ്മളെ നാട്ടിലെ പോലെ ഇങ്ങനെ വേസ്റ്റ് വലിച്ചെറിയുന്ന സ്വഭാവമൊന്നും ആൾക്കാർക്കില്ല. എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നല്ല ക്ലീനായിട്ടുണ്ട്. 1-2 ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, കപ്പിൾസ്. ഞാനും കുറച്ച് നേരം ഇവിടെ സൈഡിൽ ഇങ്ങനെ ഇരുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാൻ. താറാവൊക്കെ ഉണ്ട് പുഴയിലിങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ആർക്കെങ്കിലും ഉള്ളതാണോ താറാവ്, അതോ നാച്ചുറലി ഇവിടെ ഉള്ളതാണെന്നും അതും അറിയില്ല. മണി 7:30 ആയി കേട്ടോ. 7:30 ആയിട്ടും സൂര്യൻ എവിടെ നിൽക്കുന്നതെന്ന് നോക്കിയാൽ ഇനിയും എൻ്റെ ഈ കണക്കനുസരിച്ച് ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട്, അല്ല 2 മണിക്കൂർ ഇനി കഴിഞ്ഞിട്ട് നേരം സന്ധ്യ ആവുള്ളൂ. അതായത് മഗ്രിബ് ആണെന്നുണ്ടെങ്കിൽ 9:30 മണിയാണ് കേട്ടോ. പുഴയിൽ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഒഴുക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നോക്കിയാൽ ഇങ്ങനെ ഈ സൈലൻ്റ് ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിലും ഇതിൽ ഒഴുക്കുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. ഇതിൽ ആരും ഇറങ്ങുന്നു പോലുമില്ല. ഒരു മനുഷ്യൻ പോലും പുഴയിലേക്ക് ഇറങ്ങി കാലോ കയ്യോ പോലും നനയ്ക്കുന്നില്ല. എല്ലാവരും ആ കരയിലിരിക്കുന്നതൊക്കെ ഉള്ളൂ. ബോട്ടിൽ വരുന്നു പോകുന്നു അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അല്ലാതെ അതിനകത്തേക്ക് ഒരാൾ പോലും ഇറങ്ങുന്നോ ഒന്നുമില്ല. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ അതാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇറങ്ങി കയ്യും കാലും തുണി അലക്കലും കുളിക്കലും പശുവിനെ കുളിപ്പിക്കലും
ഒക്കെ ആയിട്ട് ഒരു ബഹളമായിരിക്കും. പക്ഷേ ഇതിലാരും ഇറങ്ങുന്നില്ല. അപ്പം ഈ പുഴയിൽ അത്രത്തോളം ഒഴുക്കുണ്ടെന്നും എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളമായിരിക്കാനാണ് സാധ്യത. എന്തായാലും എനിക്കും ഇറങ്ങി കൈകാലൊന്നും നനയ്ക്കാൻ പറ്റില്ല. അതിനകത്തേക്ക് ഇറങ്ങാൻ സ്റ്റെപ്പുകളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നേരിട്ട് പുഴയിലേക്ക് ഇറങ്ങാനേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് അവിടെ നല്ല താഴ്ച ഉണ്ടാവും. അതാണല്ലോ ഈ ബോട്ട് സർവീസൊക്കെ നടത്തുന്നത്. എന്തായാലും ഞാൻ ഇറങ്ങിയില്ല. കുറച്ച് അങ്ങോട്ടൊക്കെ നടന്നിട്ട് അപ്പുറത്തുകൂടി മെട്രോയൊക്കെ പോകുന്നുണ്ട്. അതുപോലെ ഡ്രാമും ഒക്കെ മേളിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഈ പുഴയുടെ മേളിലുള്ള അപ്പർ സൈഡിലുള്ള പാലത്തിൽ കൂടിയാണ്. അതുപോലെ ബാക്ക് സൈഡിലുള്ള പാലത്തിൽ കൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഐലൻഡിലുള്ള പാലത്തിൽ കൂടി ഒരു സൈഡിൽ നിന്ന് മാത്രമേ വാഹനം വരുള്ളൂ. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വാഹനം വന്ന് മിഡിലിൽ പാർക്കിംഗ് ചെയ്യാം. റൈറ്റ് സൈഡിൽ നിന്ന് വാഹനം ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പുഴയെ ക്രോസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒത്തിരി പാലങ്ങളുണ്ട്. ഒത്തിരി പാലം അവർ നിർമ്മിച്ചിട്ടുണ്ട്. പല സ്ഥലത്തു കൂടിയും ഇങ്ങനെ റോഡ് ഈ പുഴയെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഈ പുഴ എനിക്ക് തോന്നുന്നത് റോമിൻ്റെ നല്ലൊരു ഭാഗത്തുകൂടി കടന്നു പോകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ വത്തിക്കാൻ സിറ്റിയിൽ പോയപ്പോൾ പറഞ്ഞിരുന്നു. ടൈബർ നദി എന്ന് പറയുന്ന നദിയാണിത്. അപ്പോൾ നമ്മളിപ്പോഴാണ് ഈ നദിയുടെയും ഈ ഐലൻഡിനെ കുറിച്ചൊക്കെ നമ്മുടെ ട്രാവൽ ജേണിയിൽ കണ്ടത്. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവിടേക്ക് വന്നത്. ഇതാണ് ഈ ഐലൻഡിൻ്റെ എൻഡ് കേട്ടോ. ഇവിടെ തീരുകയാണ്. ഇവിടെ നിന്ന് പിന്നെ അപ്പുറത്തോട്ട് ഐലൻഡ് ബാക്ക് സൈഡിലോട്ടാണ്. അതും ഏതാണ്ട് ഇത്ര ദൂരം തന്നെ ഉള്ളൂ അങ്ങോട്ടും. ഇതിൻ്റെ മിഡിലാണ് ഈ പാലം കാണുന്നത്. ഇവിടെ തീർന്നു. ഇവിടെ കണ്ടില്ലേ, ആ ഒരു സൈഡിൽ കൂടിയുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു ചാനൽ പോലെയാണ്. ചാനലിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെയും ഇവിടെ നിന്ന് വെള്ളം ചാടുന്ന കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഫോഴ്സിനാണ് വെള്ളം വരുന്നത്. ശരിക്കും ഫോഴ്സിനാണ് വെള്ളം വരുന്നത്. എന്തായാലും ആരും ഇറങ്ങുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ തുണി അലക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എന്തായാലും ജനങ്ങൾ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇതാണ് ഐസോള ടബരീനയുടെ വിശേഷം. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്ക് എല്ലാവരും സ്റ്റേ ട്യൂൺ. ബൈ, ടേക്ക് കെയർ.